കോഴിക്കോട്ട് മഴ സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലബാറിൽ ആണല്ലോ ഏറ്റവും കൂടുതൽ റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ ഉള്ളത്. കുറച്ച് ദിവസങ്ങളായി, ഇന്നിപ്പോൾ 10 ജില്ലകളിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം മലബാറിലെ 5 ജില്ലകളിലും റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മലബാറിലെ പൊതുമഴ സാഹചര്യം എന്താണ്? കോഴിക്കോട്ടെ സാഹചര്യം പ്രത്യേകിച്ച് എങ്ങനെയുണ്ട്? ബിനിൽ, കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഇന്ന് മലബാറിലെ പല ജില്ലകളും റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് റെഡ് അലർട്ട് ആണെങ്കിലും ഇപ്പോൾ നേരിയ തോതിൽ തന്നെ നമുക്ക് ആശ്വസിക്കാം. കാരണം മാനമൊന്ന് തെളിഞ്ഞിട്ടുണ്ട്, തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മഴ കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ട്. കാരണം ഇടവിട്ട് മഴയാണ് ഇന്ന് ലഭിക്കുന്നത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ രാവിലെ മുതൽ ഇന്നലെ രാത്രിയിലും ഈ തുടർച്ചയായ മഴ തന്നെയായിരുന്നു രാവിലെ വരെ പെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏറെ ആശ്വാസകരം. രാവിലെ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇടവിട്ടാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയും ശക്തമായ മഴ തന്നെയാണ് ഉണ്ടാകുന്നത്. പൊതുവിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും വലിയ രീതിയിലൊന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. കാരണം ഇന്നലെയൊക്കെ രാത്രി ഉണ്ടായിരുന്ന കനത്ത മഴയിലാണ് വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും മാവൂര് ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് പുതിയ സ്റ്റാൻഡ് പരിസരത്താണ്. പുതിയ സ്റ്റാൻഡ് പരിസരത്തെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളക്കെട്ട്, വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. ബസ് കയറാൻ ഉൾപ്പെടെ ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ തന്നെ മാവൂരിലെയും ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അവിടെയും വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ്. അതുപോലെ തന്നെ ചിലയിടങ്ങളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലുശ്ശേരി ഭാഗങ്ങൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. കൂടാതെ വലിയ തോതിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാവുന്നത്. അത് ഏറെ ആശ്വാസകരവുമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തമായ കാറ്റ് നിലനിന്നിരുന്നു. മരങ്ങൾ കടപുഴങ്ങി വീണിട്ടും ഒക്കെയായിട്ട് നിരവധി അനിഷ്ട സംഭവങ്ങളാണ്. ഏകദേശം 40ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 4 മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ശരി, രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചാലിയാറും ഇരുവഴഞ്ഞിയും ചെറുപുഴയും കരകവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.